ഏകദേശം ഒരു 9 മാസത്തോളമായി മമ്മൂക്കയുടെ ഒരു പടം തിയേറ്ററിൽ എത്തിയിട്ട് ഡൊമിനിക് എന്ന് പറയുന്ന സിനിമ ജനുവരി 23-ന് തിയേറ്ററിൽ എത്തുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ 6 മണിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടൈം ആവുന്നേ ഉള്ളൂ. ഈ ഒരു സിനിമക്ക് അനൗൺസ്മെന്റ് വരെ നല്ല രീതിയിലുള്ള ഹൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒരു ഹൈപ്പ് ഡൗൺ ആയി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ലാസ്റ്റ് വന്ന ടീസറിലും വലിയൊരു ഹൈപ്പിലേക്ക് എത്തിക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ നെഗറ്റീവ് ആ ഒരു ടീസറിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രെയിലർ വരുന്ന സമയത്ത് ആരാധകർക്ക് ഒരു പ്രതീക്ഷ ഉണ്ട്. കാരണം മുന്നേ വന്ന ആ ഒരു നെഗറ്റീവ് കാര്യങ്ങളെല്ലാം ഈ ഒരു ട്രെയിലർ ഓവർകം ചെയ്യുമെന്നുള്ളത്. മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത്. ഗൗതം വാസുദേവ് മേനോനാണ് ചിത്രത്തിന്റെ സംവിധായകൻ. അദ്ദേഹം തമിഴിൽ ഒട്ടനവധി സിനിമകൾ ഹിറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മലയാളത്തിലേക്കുള്ള എൻട്രി എന്ന ലെവല് അതൊരു ആഘോഷിക്കപ്പെടണം എന്നുള്ളതുണ്ട്. അതുകൊണ്ട് മമ്മൂട്ടി കമ്പനി കൈ കോർക്കുന്ന സമയത്ത് നമ്മളൊരു ഹിറ്റിൽ നിന്നൊന്നും കുറഞ്ഞത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നമുക്ക് കിട്ടിയ ആ ഒരു മുന്നേ റിലീസായ ഒരു ടീസർ അത് ശരിക്കും നിരാശ തന്നെയാണ് സമ്മാനിച്ചിരുന്നത്. എന്തായാലും ട്രെയിലർ എത്തിയിട്ടുണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം. ഇപ്പത്തട്ടോ വെയിറ്റ്. വെൽക്കം ടു ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസി. എനിക്കാണെങ്കിൽ ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ ഈ ഡാൻസ് അല്ല, ഇത് ഭരതനാട്യമാണ്, ക്ലാസിക്കൽ ഡാൻസ്. Get ready for your first case with us. How do you do this, sir? Observation, concentration. ഹലോ മിസ്റ്റർ ഡൊമിനിക്. അയ്യോ, തീരെ പ്രതീക്ഷിച്ചില്ല. അഡ്രസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. സിറ്റിയിൽ മുഴുവൻ ഡൊമിനിക് ഡിറ്റക്റ്റീവ്സിന്റെ പോസ്റ്റർ ആണല്ലോ. സർവീസിലായിരുന്നപ്പോ ഇതൊക്കെ സ്ഥിരം പതിവില്ലേ? ഒരു സൈഡ് ഞാനൊട്ട്, മറ്റേ സൈഡിൽ മരട് സുനി, ഗുണ്ടാ ഷാജി. ഒറ്റയടിക്ക് ഞാൻ എല്ലാത്തിനും പൊടിച്ച് മുളത്തി കയറ്റി. ഡൊമിനിക്ക്, എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് ഒരു പേഴ്സ് കിട്ടിയടാ. അത് ആരുടെയാണെന്ന് നീ ഒന്ന് കണ്ടുപിടിക്കാമോ? ഇറ്റ് ഈസ് ടു സിമ്പിൾ എ കേസ് ഫോർ മീ. സർവീസിലായിരുന്നപ്പോഴേ കൈക്കൂലി മേടിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഇങ്ങനെ അനക്കത്തില്ലായിരുന്നു. Now I am sure that I am on the right track. I need those papers. ഞങ്ങൾ അവസാനമായി എടുത്ത ഫോട്ടോ ആ ഡിസംബറിൽ ഒരു മിസ്സിംഗ് പേഴ്സണൽ തുടങ്ങിയത് ഇപ്പോഴേ പാൻ മിസ്സിംഗ് കേസ് 2 എണ്ണമായി. ഇനി മർഡർ ബലം വരാനുണ്ട്. ആ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ തന്നെയാ മർഡർ ചെയ്തത്. You don't spoil the movie for us. നീ ഇനി എന്താ ചെയ്യാൻ പോണേ? Now I don't have a choice. I will find the killer. എപ്പടി ഞാൻ പണ്ടുപോലെ എങ്ങനെയാ, ഒരു തുമ്പ് കിട്ടിയാൽ തുമ്പ് വരെ പോകും. അങ്ങനെ ടീസറിൽ ഉണ്ടായിരുന്ന ആ ഒരു പരാതി ട്രെയിലർ അങ്ങോട്ട് തീർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ട്രെയിലർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വട്ടം കണ്ടിട്ടുള്ളൂ, ഈ 2-3 വട്ടം കൂടെ കാണണം. എനിക്ക് നല്ല എൻഗേജിങ് ആയിട്ടാണ് ട്രെയിലർ ഫീൽ ചെയ്തിട്ടുള്ളത്. കുറേ കാലത്തിന് ശേഷം നമ്മൾ മലയാളത്തിൽ മമ്മൂക്കയെ കാണാൻ ആഗ്രഹിച്ച രീതിയിലാണ് ഗൗതം വാസുദേവ് മേനോൻ മമ്മൂക്കയെ ഈ ഒരു ചിത്രത്തിൽ പ്രസൻറ്റ് ചെയ്തത് എന്നാണ് എനിക്ക് ഈ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ഇത് തിയേറ്ററിൽ സമ്മാനിക്കും. അത്തരത്തിലുള്ള എല്ലാ പ്രതീക്ഷയും ട്രെയിലർ നൽകുന്നുണ്ട്. 1 മിനിറ്റ് 33 സെക്കൻഡുമാണ് ട്രെയിലറിൻ്റെ ദൈർഘ്യം. ഡീസൻറ്റ് ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രെയിലർ. പ്രതീക്ഷ ഇങ്ങനെ കൂടുകയാണ് പ്രതീക്ഷ. നിങ്ങൾക്ക് എന്താ തോന്നിയ ട്രെയിലർ കണ്ടിട്ട്? ടീസർ പോലെ മഹാദുരന്തമായോ അതോ അടിപൊളിയായോ? ജസ്റ്റ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഓക്കെ.